പരിണയത്തിന്റെ ക്ലൈമാക്സ് ഉണ്ട്. ഞാൻ ആരോട് വേണമെങ്കിൽ ഈ കുട്ടി എൻ്റെ ആണെന്ന്. അതായത് മാധവന്റെ അതൊക്കെ ഒരു ഇന്നും അത് കാണുമ്പോൾ ഞാൻ ഇതിനൊക്കെ മനോജ് കെ ജയനും ഞങ്ങൾ പറയുന്നത് ഹൗ ബ്ലെസ്ഡ് വി ആർ ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ആൻഡ് അത് ഇന്ന് അന്ന് ഓഫ് കോഴ്സ് ആ ടെൻഷനും ഡയലോഗ് പഠിക്കലും ആ മോഡുലേഷൻ ആരൻ സാർ എങ്ങനെ പറഞ്ഞു തരുന്നോ അതായിരുന്നു അന്നത്തെ ഒരു ഇത്. ഈവൻ ദോ വി യൂസ് ടു അനലൈസ് ഇറ്റ്. ആ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പക്വത വന്നിരുന്നു. പക്ഷേ ഇന്ന് വെൻ യു വാച്ച് ഇറ്റ് അതിൻ്റെ ഒരു ഇറ്റ്സ് എ ട്രഷർ ആക്ച്വലി. അവിടെ ക്ലാസിക് ആൻഡ് അത് ക്രാഫ്റ്റ് ഹരൻ സാറിന്റെ. അച്ഛൻ നാളെ കുട്ടി അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാം നളനോ. അല്ല അങ്ങനെ അത് അല്ല ഇവൻ വന്ന് പറയും ആദ്യം ഉണ്ണി നമ്പൂതിരിയോട് എനിക്ക് മാപ്പ് പറയണം, പിന്നെ കുട്ടിയുടെ അച്ഛനെ ഞാനാണെന്ന് എവിടെ വേണമെങ്കിലും വിളിച്ച് പറയാന്ന് പറയുമ്പം ഈ ഉണ്ണിമായ വന്നിട്ട് മാധവനെ നോക്കൂല. ഷീ സ്റ്റാൻഡിങ് ദെൻ അറ്റ് ദ ഡോർ. അവിടെയാണ് പവർ ഓഫ് ഫീമെയിൽ. ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞു 3 തവണ മാറ്റി ഡബ് ചെയ്യിച്ചിട്ടുണ്ട് ആ സിനിമ മൊത്തത്തില്. ആദ്യം ഡബ് ചെയ്തു, അച്ഛൻ കണ്ടു, പോരാന്ന് പറഞ്ഞു, രണ്ടാമതൊന്ന് ചെയ്തു, അത് കഴിഞ്ഞിട്ടും പോരാന്ന് പറഞ്ഞ് ഹരൻ സാർ വിളിച്ചപ്പോൾ അയ്യോ സാർ ഞാനിത് ചെയ്താൽ ശരിയാവും. ഇല്ല, MT സാർ ചില സ്പെസിഫിക് ആയിട്ട് ചില ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ഒരു വികാരവും ഇല്ലാതെ പറയണം. അതിൽ ഒരു മെലോ ഡ്രാമ വേണ്ട, ഒരു ഡ്രാമയും വേണ്ട, വളരെ പ്ലെയിൻ ആയിട്ട് പറയണം എന്ന് പറയുന്നത്. 3rd ടൈം ഡബ് ചെയ്തതിന് ശേഷമാണ് അത്രേ അച്ഛനത് തൃപ്തിയായത്. അതൊരു വികാരം ഇല്ലാതെ പറയുന്നിടത്താണ് ഇതിന്റെ ഇതങ്ങ് എലിവേറ്റ് ചെയ്തിട്ട് ഭീമനാന്ന് പറയാം, അല്ലെങ്കിൽ ഇതെന്ന് പറയാം. അല്ല വികാരം ഇല്ലെങ്കിലും പവറുണ്ട്. ആ ദേഷ്യം ഉള്ളില് ആ കുട്ടിക്ക് അച്ഛനില്ല. സ്റ്റേറ്റ്മെന്റ് ആണ്, ആ കുട്ടിക്ക് അച്ഛനില്ല. അങ്ങനെ പേര് പറയണമെന്ന് നിർബന്ധം പറഞ്ഞാൽ പറഞ്ഞേക്ക് കുഞ്ഞുണ്ണി, മനോജിന്റെ ക്യാരക്ടറാണ് കുഞ്ഞുണ്ണി, പറഞ്ഞേക്ക് കുഞ്ഞുണ്ണി, നളൻ അല്ലെങ്കിൽ അർജുനൻ അല്ലെങ്കിൽ ഭീമൻ. കുറച്ചു മുമ്പ് സ്നേഹത്തിനെ കുറിച്ച് ഇവിടെ ആരും പറയുന്നത് കേട്ടു. എനിക്കും തോന്നിയിരുന്നു സ്നേഹം. പക്ഷെ അത് അരങ്ങത്ത് കണ്ട ഏതോ വീരനായകനോടായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഈ മാധവനോടല്ല, നിശ്ചയം. നിശ്ചയം ഇവർക്ക് പോകാം, ഇവർക്ക് പോകാമെന്ന് മനോജനെ ഫേസ് ചെയ്തിട്ടാണ് ഈ അത് മോഹിനി അതിമനോഹരം. ഇയാളാണെങ്കിൽ ഈ പ്രണയ നൈരാശ്യത്തിലാണ് കുടിച്ച് നശിച്ച് ഇങ്ങോട്ടെത്തിയിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം കഥകളിലും ട്രാജഡിയാണ്. ഇതിങ്ങനെ നഷ്ടനായകന്മാരാണ്, നഷ്ടപ്രണയങ്ങളാണ്, നഷ്ടനായികമാരാണ്. എപ്പോഴെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ ഇത് എന്താണ് നിങ്ങൾ എഴുതി വരുമ്പോ അവസാനം ഇതിനകത്ത് ഇതാണല്ലോ പരിപാടി എന്നുള്ളത്? പരിണയത്തിൽ ഇറ്റ് ഇസ് വുമൻ എംപവർമെന്റ്. She takes it, she rejects all this. ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാളുടെ നഷ്ടമുണ്ട് അകാരണം. അത് നിങ്ങളൊരു വലിയ വില്ലനൊന്നുമല്ല. നിങ്ങൾ പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയായി കുടിച്ചു, നിങ്ങളുടെ ഡാൻസ് കഥകളികൾ നിങ്ങൾ നിർത്തി, അങ്ങനെയാണ് വരുന്നത്. അതിപ്പോ പഞ്ചാഗ്നിയിലെ കഥാപാത്രമൊക്കെ എല്ലാവരും സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ബലമുള്ളതുണ്ട്. വൈശാലിയിലെ കഥാപാത്രം, ആൾക്കൂട്ടത്തിൽ തനിയിലെ കഥാപാത്രം, ആരണ്യകത്തിലെ കഥാപാത്രമൊക്കെ സ്ത്രീ വുമൺ എംപവർമെന്റ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ടോട്ടൽ എടുത്ത് പരിശോധിച്ചാൽ ഇതിനാകെ എപ്പോഴും ഭൂരിപക്ഷ കഥകളിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന, അത് ശരിക്ക് വ്യവസായ സിനിമയ്ക്ക് ചേർന്നൊരു പാറ്റേൺ അല്ല. വ്യവസായ സിനിമ, കൊമേഴ്സ്യൽ സിനിമയിൽ എപ്പോഴും ഹീറോ സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെ പോകുന്ന സിനിമകളാണ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ളത്. പക്ഷെ ഇത് നോക്കൂ, ഒരുമിക്ക സിനിമകളുടെയും ഒരു കഥാന്ത്യത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ അച്ഛനോട് എപ്പോഴെങ്കിലും? ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാനുള്ള ധൈര്യം ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യത്തിന്റെ പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും. ഒരാളെ കൂടെ ഞാനിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അദ്ദേഹം എഴുത്തിന്റെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പുതിയ കാലത്തെ എഴുത്തുകാരിൽ ഏറ്റവും പ്രഗത്ഭരായ ആളുകളിൽ ഒരാളാണ്. കവിയാണ്, ഗാനരചയിതാവാണ്, അത്യാവശ്യം തിരക്കഥ ഒക്കെ എഴുതുന്ന ഒരാളാണ്, ചെറുകഥകൾ എഴുതുന്ന ഒരാളാണ്. സർവോപരി ഞങ്ങളുടെ വലിയ സുഹൃത്താണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഹരിനാരായണൻ. ഹരി നമസ്കാരം, സ്വാഗതം. ഹരി, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു കാലത്തിന്റെ എഴുത്ത് വഴികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ മേഖലകളിൽ അവിടെ ഇപ്പൊ അങ്ങനെ വിരാജിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്.
അവിടുത്തെ ഒരു ശക്തമായ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ആളാണ് ഹരി. മാത്രമല്ല MT സാറിന്റെ കൂടെ ചില യാത്രകൾ ചെയ്യാനും അടുക്കാനും, ഇപ്പം നേരത്തെ അശ്വതി പറഞ്ഞ പോലെ നമുക്ക് അടുക്കാനൊക്കെ സന്ദർഭം കിട്ടിയിട്ടുണ്ടെങ്കിലും വെറുതെ ഒരു പേടിയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഈ സൃഷ്ടികളൊക്കെ ഓർത്തിട്ടും അല്ലാതെ ബഹുമാനം കൊണ്ടുണ്ടാകുന്ന ഭയം. എന്നാൽ ഹരിക്ക് യാദൃശ്യമായിട്ട് അങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യാനും കുറെ ഒരു സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് അല്ലേ? സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല, അത് ശരിയല്ല. പക്ഷെ എന്നാലും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു കാരണം MT സാറിൻ്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള കറണ്ട് ബുക്സിൻ്റെ പെപ്പിൻ തോമസ് ആണ്. അത് നമുക്കൊക്കെ അറിയുന്ന, പിഷാരടിക്കും അറിയാം, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ദുബായിലെ ഏഷ്യ വിഷൻ അവാർഡ് ഉണ്ടല്ലോ, അതെ. അപ്പോൾ യൂസഫ് ലെൻസ്മാനും ഒക്കെയുള്ള ഇവിടെ ദുബായിൽ വെച്ചിട്ട് ആണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം 3 ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പെപ്പിൻ ചേട്ടൻ പരിചയപ്പെടുത്തി. അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെയും കഥകളെയും ഒക്കെ വെച്ച് ഒരു പാട്ട് എഴുതാൻ പറ്റി. ആ പാട്ട് അവിടെ ചെയ്തിരുന്നു. ആ പാട്ട് അദ്ദേഹത്തിനെ കേൾപ്പിച്ച് പെപ്പിൻ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടാണല്ലോ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ പാട്ട് എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞു തന്നു. ഒരുപക്ഷെ അത് ഞാൻ പിന്നീട് അതൊരു ഉപദേശമായിട്ടാണ് എടുക്കുന്നത്. ഈ നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിൽ നമുക്കൊക്കെ അറിയുന്ന മഞ്ഞണി പൂനിലാവ് എന്ന് പറയുന്ന പാട്ട് ഭാസ്കര മാഷാണ് എഴുതിയത്. ആ പാട്ട് MT സാറിൻ്റെ തിരക്കഥയാണല്ലോ. അപ്പോൾ MT സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും പാട്ട് എഴുതുന്ന സമയത്ത് ഭാസ്കര മാഷ് സീനിയറാണ്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കണ പോലെ ഞാനന്ന് ഭാസ്കര മാഷിൻ്റെ മുമ്പിലിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പം എഴുതി കഴിഞ്ഞ് ഇതിങ്ങനെ വായിച്ച് നോക്കിയിട്ട് അപ്പോൾ ഭാസ്കര മാഷ് ഇങ്ങോട്ട് ചോദിച്ചു, ഇത്ര വാസുവിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നാണ്. അപ്പോൾ MT സാറ് ചോദിച്ചു, ഇത്ര ഈ താനിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്നുള്ളൊരു വരി അതിലുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ താനിയൂരമ്പലം എവിടെയാ മാഷേ എന്ന് ചോദിച്ചിത്ര. അപ്പോൾ ഭാസ്കര മാഷ് തിരിച്ചു, അത് വാസുവിൻ്റെ നാട്ടിൽ ഈ കുമ്പടി ആ ഭാഗത്തുള്ള ഒരു അമ്പലമായിട്ട് തോന്നണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അല്ല, തോന്നണില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ തോന്നിയാൽ മതി, അങ്ങനെ ഒരു അമ്പലം ഇല്ല, പാട്ടെഴുത്തിൽ ഇങ്ങനത്തെ തോന്നലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സാറ് എന്നോട് പറയണം, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരാളും ഇപ്പോൾ ഒരു പ്രണയിനിയെ നഷ്ടപ്പെട്ടാൽ നമ്മൾ പാട്ട് പാടുന്നില്ല, ജയിലിൽ കടന്നു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല, അമ്മ മരിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല, മരം ചുറ്റി പ്രേമിക്കുമ്പോൾ പാട്ട് പാടുന്നില്ല. പക്ഷേ എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയിലും പാട്ട് വരുന്നുണ്ട്. ഇതൊരു അൺറിയലാണ്. അപ്പോൾ പാട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അൺറിയൽ ആവുക വേണ്ടു, പക്ഷെ റിയൽ ആണെന്ന് തോന്നും വേണം. അതാണ് പാട്ടിൽ എഴുതേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് ആദ്യം കിട്ടിയ ഉപദേശം അതാണ്. ഒന്നാമത് MT സാർ വന്നതിന്റെ ടെൻഷൻ, നെർവസ്നെസ്, ഈ എന്താണ് ഗാംഭീര്യം വേണം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഐ വാസ് വെരി സ്റ്റിഫ്. ആ സിനിമ ഉണ്ടെന്ന് അറിയും. അപ്പൊ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, കുറച്ചുകൂടെ ഗൗരവമാവാം എന്ന് പറഞ്ഞു. ദിസ് ഇസ് എക്സാക്ട് ലൈൻ, കുറച്ചുകൂടെ ഗൗരവമാകാം. ഒരുപാട് പാട്ടിന്റെ കളക്ഷനുള്ള ഒരുപാട് പേരോട് ചോദിച്ചു, ആരടുത്തും ഈ പാട്ട് ഇല്ല, ഇത് റെക്കോർഡ് ചെയ്ത് എവിടെയാണ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു പാട്ടുകൂടി അദ്ദേഹത്തിന്റെ ഉണ്ട്. എൻ്റെ ആദ്യത്തെ കേരളത്തിന് പുറത്തേക്കുള്ള യാത്ര 2.5 വയസ്സുള്ളപ്പോൾ മഞ്ഞന്റെ ഷൂട്ടിന് നൈനിറ്റാൾ ആദ്യത്തെ യാത്ര. എനിക്ക് ഓർമ്മയില്ല, ഫോട്ടോസ് കാണുമ്പോഴേ അറിയുള്ളൂ. അദ്ദേഹം സാമൂഹികമായിട്ട് നടത്തുന്ന ഇടപെടലുകൾ, ഇപ്പം മുത്തങ്ങയിൽ ആദിവാസികൾക്കെതിരെ വെടിവെപ്പുണ്ടായ സമയത്ത് വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും സമാനമായ രീതിയിൽ മാറാട് സംഭവം ഉണ്ടായ സമയത്ത്, അപ്പം അങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് MT ചെയ്തിട്ടുള്ള പ്രവർത്തനം.